പൊതുസമൂഹം ദൈവം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. സുഹൃത്തുക്കളെ, എന്താണ് വേടൻ രാഷ്ട്രീയമെന്ന് പലപ്പോഴും പല രീതിയിലും ചോദിക്കുന്ന ആളുകളോട്, വേടൻ രാഷ്ട്രീയം സംഘവിരുദ്ധമാണ്, RSS വിരുദ്ധനാണ്. പച്ചയ്ക്ക് വേടൻ ഈ ഒരു വീഡിയോയിലൂടെ തന്റെ രാഷ്ട്രീയം തുറന്നു പറയുകയാണ്. ഞാനൊരു RSS വിരുദ്ധനാണ്. എന്തുകൊണ്ട് വേടൻ RSS വിരുദ്ധനായി? എന്തുകൊണ്ടാണ് RSSനെ ഇത്ര ശക്തമായിട്ട് വേടൻ തന്റെ പാട്ടിലൂടെയും തന്റെ വാക്കുകളിലൂടെയും എതിർത്തുകൊണ്ടേ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കാണുക. പൊതുസമൂഹം ദൈവം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ലൈക്ക് എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. അടിപൊളി. സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളെ നമുക്ക് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. വേടൻ പറഞ്ഞത്, ഞാനാകെ ജയ് ശ്രീരാം എന്നുള്ള വിളി കേട്ടിട്ടുള്ളത് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ മാത്രമാണ്. അല്ലേ? നമുക്കത് അല്ല എന്ന് പറയാൻ കഴിയുമോ? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ജയ് ശ്രീരാം ഒരു മുദ്രാവാക്യം വിളി പോലെയൊക്കെ മാറിയിരിക്കുന്നു. മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം വിളി പോലൊക്കെ ജയ് ശ്രീരാം വിളിച്ചിട്ട് എത്ര പേരെ അടിച്ചു കൊല്ലുന്നത്, എത്ര പേരെ അടിക്കുന്നത്, ദളിതർ അടിച്ചു കൊല്ലുന്നത്, മുസ്ലിങ്ങൾ അടിച്ചു കൊല്ലുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? വാളെല്ലാം കഴുത്തിൽ വെച്ചിട്ടുണ്ട്. വിളിക്കടാ ജയ് ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയപ്പെട്ടുകൊണ്ട് ജയ് ശ്രീരാം എന്ന് വിളിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് നിരന്തരം എത്തുന്നില്ലേ? അപ്പോൾ വേടൻ പറയുന്നത്, എന്റെ ആളുകളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അടക്കം ഉൾപ്പെടുന്ന താഴ്ന്ന ജാതി അല്ലെങ്കിൽ ദളിതർ, പല ആൾക്കാരെ എന്നോട് ദളിത് എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഈ ഒരു നിമിഷത്തിൽ അങ്ങനെ പറയേണ്ടി വരുന്നു. ദളിതർ എന്നുള്ള ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അത് ഭീകരമായിട്ട് തല്ലിക്കൊല്ലുന്ന സമയത്ത് ജയ്ശ്രാം വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? വേടൻ പറയുന്നത് കേട്ടോ. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. എനിക്ക് അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുടെ നെഞ്ചത്താണെന്നേ. ഈ RSSന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത ഇന്റർവ്യൂല് വന്ന് പറയുന്നത് കേട്ടു. കറക്റ്റ് ഒരു ലിംപാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തുള്ള, അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത്. അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ചേട്ടന് മനസ്സിലാവില്ലല്ലോ, അടി വാങ്ങിയിരുന്നത് ഞാനല്ലേ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ മിണ്ടിക്കേണ്ടിയിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വേടൻ പറയുന്നത്. ഈ സംഘപരിവാര് എന്ത് തന്നെ കേസുമായിട്ട് തന്നെ നെഞ്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണത് ഇന്ത്യയിലെ ദളിതന്റെ മേത്തിക്കാണ്. ആ അടി വീഴുന്ന തൊട്ടു മുമ്പായിട്ട് മുദ്രാവാക്യം വിളി പോലെ ആ RSSകാർ കൊണ്ടുനടക്കുന്ന ദൈവം രാമന്റെ പേര് ജയ് ശ്രീരാം എന്നുള്ള പേര് അവർ ഉറക്കെ വിളിച്ചിരുന്നു. ജയ് ശ്രീരാം എന്നുള്ള പേര് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അവർ മുദ്രാവാക്യം വിളി പോലെ വിളിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ തങ്ങളുടെ നേരെ നടത്തിയത്. അതുകൊണ്ട് അതെനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ദൈവം ഒരിക്കലും രാമനല്ല എന്ന് ഇപ്പോൾ നമ്മുടെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാമൻ തൻ്റെ ദൈവമല്ല. ഒപ്പം തന്നെ ഞാനൊരു നിരീശ്വരവാദിയാണ്, ഈശ്വരവിശ്വാസിയല്ല എന്നുകൂടി നമ്മുടെ വേടൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം സന്തോഷം തോന്നുന്ന വീഡിയോ എന്ന് വേണമെങ്കിൽ ഞാൻ ഇതിന് പറയും കേട്ടോ. കാരണം വേടൻ തന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ RSSകാര് ഇത് മുമ്പേ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇതിന്റെ പാട്ടിൽ നിന്നെല്ലാം 4 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ട് പോലും നമ്മളുടെ പ്രധാനമന്ത്രിക്കെതിരെയാണെന്ന് അങ്ങനെ പ്രധാനമന്ത്രി വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് മൂര് ചുറ്റുന്നവൻ അല്ലെങ്കിൽ കാട് കക്കുമെന്നവൻ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ അത് ഇന്നെ കുറിച്ചിട്ടാണ്, അത് ഞങ്ങളെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണെന്നൊക്കെ ഇവർക്ക് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്തൊരു മഹാവിഡ്ഢികൾ വർത്താനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ബാക്കി കേൾക്കും. അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു. ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടു. അത് ഇടക്കിടക്ക് വരുന്നുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. പാലക്കാട് പറഞ്ഞ അടിക്കുമെന്നൊക്കെയാണ്. അത് നമ്മളെ കയറി അടിക്കുന്നൊക്കെ അടിക്കുന്നുണ്ടോ? അതൊന്നും അടിക്കാൻ പോകില്ല. പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഓ, പിന്നെ ഞാൻ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ച് ആൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? അത് ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഓപ്പണായി എനിക്ക്. അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയില്ല. അത് ഐ തിങ്ക് ഐ ആം ദ ചോസൺ വൺ. എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പറയാൻ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഒരു സംഘപരിവാരിന്റെ എല്ലാ ഒരു വൃത്തികേടുകൾക്കെതിരെയും തുറന്നു പറയാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാനാണ്. ഒരുപക്ഷെ അത് യേശുക്രിസ്തുവിന്റെ ഒക്കെ വാക്കാണ്, ഐ എം ദ ചൂസൺ വൺ. അപ്പോൾ അത്തരം ഒരു വാക്കൊക്കെ ഇദ്ദേഹം തുറന്നു പറയുന്നു എന്നുള്ളതാണ്. അതായത് സംഘപരിവാരിന്റെ ഈ എല്ലാ തരം കൊള്ളരുതമ്മയ്ക്കെതിരെയും ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വേടൻ പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ വേടന്റെ ഇത്തരം വാക്കുകളെല്ലാം ഇവരെ വളരെയധികം അലോസരപ്പെടുത്തുന്നതെന്ന് ഒരു സംഗതി കൂടി ഞങ്ങൾ കേൾപ്പിക്കാം. അപ്പൊ ഈ തമ്പുരാൻ ഫിലോസഫിയെ, ഈ തമ്പുരാൻ ദർശനത്തെ, ഈ തമ്പുരാൻ മനോഭാവത്തെ അംഗീകരിക്കില്ല എന്നുള്ള ആ ഒരു സമരസന്നദ്ധമായ വാക്കാണ് അവരെ ചുടിപ്പിക്കുന്നത്. അല്ല കേവലം തെറി മാത്രമല്ല. അർമദ് പറയുന്ന അനുസരിച്ച് അവർണ ഭാഷയിലാണ് തെറികളുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനം നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിയും. ഈ വേടന്റെ പാട്ടിലെ തെറി പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുന്നല്ല. ഈ വാക്കുകൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ തെറികൾ മറ്റ് ഭാഷകൾ, അതായത് സവർണ ഭാഷകളിലെ കൃതികളിൽ നമുക്ക് തെറിയുടെ വേറൊരു തരം ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവർണൻ ഇതെടുത്ത് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വേടൻ ഇതെടുത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതൊരു തൊട്ടുകൂടാനാവാത്ത ഒരു തെറിയായി വരുന്നത്. ഒരു ഭാഷയുടെ ഒരു അല്ലെങ്കിൽ ഒരു സാംസ്കാരികതയുടെ ഒരു മേൽക്കോയ്മ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമല്ലേ ഇതിലൂടെ നടത്തുന്നത്. അങ്ങനെ വേറൊരു രാഷ്ട്രീയം കൂടി ഉണ്ട്. ആണേലൊരു ഡാഷും ഇല്ല എന്ന് പറയുന്ന എന്നുവെച്ചാൽ അവരെ വിഷമിപ്പിക്കുന്നു, അവരുടെ മേൽക്കോയ്മ അധികാരത്തെ നീ ഒരു പൊതുവെ ഒരു സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, നൈയായികാഹ തൃണവഹ. നൈയായികർന്ന പുല്ലാണ്. നൈയായികന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച ഫിലോസഫിക്കലായിട്ട് ഒക്കെ വലിയ ഉന്നതമായ. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നത് വലിയ പ്രശ്നമാണ്. എന്തൊക്കെയായാലും പറഞ്ഞു വയ്ക്കുന്നത് വേടന്റെ വാക്കുകൾ നമ്മുടെ സംഘപരിവാരനെ നന്നായിട്ട് ചുടിപ്പിക്കുന്നുണ്ട്, വളരെയധികം പ്രശ്നമുണ്ടാക്കി മാറ്റുന്നുണ്ട്. വേടനെപ്പോലുള്ള ആളുകൾ സംഘപരിവാരന്റെ ആ ഒരു രൂഢമായിട്ടുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഇവിടുത്തെ യുവാക്കളെ വേടന്റെ പിന്നാലെ നയിക്കാൻ കാരണമാവുകയാണെങ്കിൽ അത് സംഘപരിവാരന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഭയം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വേടൻ നിർത്താൻ പോകുന്നില്ല, അദ്ദേഹം പാടിക്കൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ബൈ.